ഫെബ്രുവരിയിൽ ജമ്മു കാശ്മീരിലെ 3 ബുക്ക് സ്റ്റോറുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇസ്ലാമിക പണ്ഡിതനും ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനുമായ അബുൽ അഅ്ല മൗദൂദിയുടെ പുസ്തകങ്ങളാണ് അവർ പിടിച്ചെടുത്തത്. നിരോധിത സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പക്ഷേ ഈ പുസ്തകങ്ങൾ നിരോധിച്ച പുസ്തകങ്ങളാണെന്ന് തോന്നുന്നില്ല. കാശ്മീരിന് പുറത്ത് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലും ഓൺലൈൻ സ്റ്റോറുകളിലും ലഭ്യമാണ്. 2025 ഫെബ്രുവരി 13 ലാൽ ചൌക്കിലെ ഒരു ബുക്ക് സ്റ്റോറിൽ 4 പേരെത്തി. പുസ്തകങ്ങളുടെ ഒരു പട്ടിക നൽകി അവ ലഭ്യമാണോ എന്ന് ചോദിച്ചു. ബുക്ക് സ്റ്റോറിലെ ജീവനക്കാർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവർ കടയിലുണ്ടായിരുന്നവരെ പുറത്താക്കി കടയുടെ വാതിലുകളെല്ലാം അടച്ചു. പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞ അവരോട് ഭയന്ന കടക്കാർ സഹകരിച്ചു. കടയുടെ തറയിൽ ഒരു ഷീറ്റ് വിരിച്ച സംഘം അവർ കൊണ്ടുവന്ന ലിസ്റ്റിലെ പുസ്തകങ്ങളെല്ലാം അതിലിടാൻ ആവശ്യപ്പെട്ടു. അവയെല്ലാം പിടിച്ചെടുക്കാൻ മേലധികാരികൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നായിരുന്നു അവർ പറഞ്ഞ ന്യായം. അവർ പിടിച്ചെടുത്തതെല്ലാം ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബുൽ അഅ്ല മൗദൂദിയുടെ പുസ്തകങ്ങളായിരുന്നു. അന്നു തന്നെ തന്റെ പുസ്തകക്കട റെയ്ഡ് ചെയ്ത് അതേ പുസ്തകങ്ങൾ പിടിച്ചെടുത്തതായി മറ്റൊരു കടക്കാരനും പറഞ്ഞു. അബുൽ അഅ്ല മൗദൂദിയുടെ ഖിലാഫത്ത് ഔർ മുലൂക്കിയത്ത്, ഫണ്ടമെന്റൽസ് ഓഫ് ഇസ്ലാം, ദി വീൽ, സെർമൺസ് ടുവാർഡ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഇസ്ലാം എന്നീ പുസ്തകങ്ങളാണ് അവർ കൊണ്ടുപോയത്. നിരോധിത സംഘടനയുടെ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്ന സാഹിത്യങ്ങളുടെ രഹസ്യ വിൽപ്പനയും വിതരണവും സംബന്ധിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീനഗറിൽ നടത്തിയ പരിശോധനയിൽ 668 പുസ്തകങ്ങൾ പിടിച്ചെടുത്തെന്ന് പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. BNSSന്റെ സെക്ഷൻ 126 പ്രകാരം നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. സമാധാനം നിലനിർത്താനുള്ള സുരക്ഷ എന്ന പേരിലെ ഈ വകുപ്പ് സമാധാന ലംഘനം അല്ലെങ്കിൽ പൊതുസമാധാനം തകർക്കൽ എന്നിവയുടെ സാധ്യതകളെ നേരിടാനുള്ളതാണ്. ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ അഭിഭാഷകനായ ഹബീൽ ഇഖ്ബാൽ ഇത്തരം റെയ്ഡുകളുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. സംഭവങ്ങളുടെ ആഖ്യാനത്തെ നിയന്ത്രിക്കുക എന്നതാണ് പുസ്തകങ്ങൾ പിടിച്ചെടുക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം. അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും തടയുന്നതാണ് ഈ നടപടികളെന്നും അദ്ദേഹം പറയുന്നു. സർക്കാർ നിരോധിക്കാത്ത പുസ്തകങ്ങൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കാനാവില്ലെന്ന് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു അഭിഭാഷകനും പറഞ്ഞു. BNSSന്റെ സെക്ഷൻ 126 പ്രകാരം പുസ്തകം പിടിച്ചെടുക്കാൻ കഴിയില്ല. BNSSലെ 98ാം വകുപ്പ് പ്രകാരം സർക്കാർ വിജ്ഞാപനം ഇറക്കിയാൽ മാത്രമേ പോലീസിന് പുസ്തകം പിടിച്ചെടുക്കാൻ കഴിയൂ എന്നും അദ്ദേഹം വിശദീകരിച്ചു. ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടിയതായി പ്രഖ്യാപിക്കാനും സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാനും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 98ാം വകുപ്പ് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകുന്നുണ്ട്. പുസ്തകശാലകൾ റെയ്ഡ് ചെയ്യാനും അന്വേഷിക്കാനും ഭരണകൂടം ദേശസുരക്ഷ എന്ന പ്രയോഗം ഉപയോഗിക്കുകയാണെന്ന് മറ്റൊരു അഭിഭാഷകൻ പറഞ്ഞു. മുൻകൂട്ടി നടപടി സ്വീകരിക്കുകയാണെങ്കിൽ എന്തു വിഷയവും ദേശസുരക്ഷയിൽ ഉൾപ്പെടുത്താനാവും. ഇത്തരം അന്വേഷണങ്ങൾ അധികാരികൾ ആഗ്രഹിക്കുന്ന അത്രയും വരെ നടത്താം. എന്താണ് അന്വേഷിക്കുന്നതെന്നോ എന്താണ് കുറ്റമെന്നോ എന്താണ് നിയമപ്രശ്നങ്ങളെന്നോ ആർക്കും ഒരു ധാരണയും ഉണ്ടാവില്ല. ദേശസുരക്ഷാ വിഷയങ്ങളിൽ എന്തും കുറ്റകൃത്യമാവാം. അത് കശ്മീരി വിദ്യാർത്ഥികളാവാം, പുസ്തകങ്ങളാവാം, സാഹിത്യങ്ങളാവാം, സോഷ്യൽ മീഡിയ പോസ്റ്റുകളാവാം, നിലവിലെ രാഷ്ട്രീയ നയത്തെക്കുറിച്ചുള്ള എഴുത്തുകളാവാം, സർക്കാരിനെതിരായ വിമർശനമാവാം. സുരക്ഷാ ആശങ്ക ആരോപിച്ച് അധികാരികൾ വലയെറിയുകയാണ്. അത് ഏകപക്ഷീയമാണെന്ന് പറയാം. പക്ഷേ സുരക്ഷ ആശങ്ക പറയുന്നതിനാൽ കോടതികൾ അധികാരികളുടെ നിലപാട് അംഗീകരിക്കുന്നു, ഒരു അഭിഭാഷകൻ പറഞ്ഞു. വ്യക്തമാക്കാത്ത ഗൂഢാലോചനയെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ള FIRന്റെ അടിസ്ഥാനത്തിലാണ് അധികാരികൾ ചിലപ്പോൾ മുന്നോട്ട് പോവാറ്. ശ്രീനഗറിലെ ബുക്ക് സ്റ്റോറുകളിലെ റെയ്ഡ് അത്തരമൊരു FIR മൂലമാവാം. ഇന്ന കട പരിശോധിക്കണമെന്നോ മറ്റോ പറഞ്ഞുപോലും കാണില്ല, അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്ക് പുസ്തക നിരോധനത്തിന്റെ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. DH ലോറൻസിന്റെ 1928 നോവലായ ലേഡി ചാറ്റർലിയുടെ ലവർ നിരോധിച്ചതാണ്. 2013 പ്രസിദ്ധീകരിച്ച ജിതേന്ദർ ഭാർഗവയുടെ ദ ഡീസെന്റ് ഓഫ് എയർ ഇന്ത്യ എന്ന കൃതി മുൻ വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിനെ തുടർന്ന് 2014 ജനുവരിയിൽ ബ്ലൂംസ്ബറി പിൻവലിച്ചു. എന്നാൽ നിലവിൽ ഇത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. വർഗീയ സംഘർഷത്തിന് കാരണമായേക്കാവുന്ന അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്നതും അപകീർത്തികരവുമായ ഉള്ളടക്കം അടങ്ങിയിട്ടുണ്ടെന്ന് ആരോപിച്ച് ദ കോംപ്ലക്സിറ്റി കോൾഡ് മണിപ്പൂർ റൂട്ട്സ് പെർഫെക്ഷൻസ് ആൻഡ് റിയാലിറ്റി എന്ന പുസ്തകം 2022 നവംബറിൽ മണിപ്പൂർ സർക്കാർ നിരോധിച്ചു.
ഭരണഘടനയുടെ 19(2) അനുച്ഛേദം ന്യായമായ നിയന്ത്രണങ്ങൾ എന്ന നിബന്ധനയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പരമാധികാരം, സമഗ്രത, ഭരണകൂടത്തിന്റെ സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം, പൊതുക്രമം, മാന്യത, ധാർമ്മികത, കോടതി അലക്ഷ്യം, അപകീർത്തിപ്പെടുത്തൽ, കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കൽ എന്നിവയാണ് ഈ നിയന്ത്രണങ്ങൾ. ഇത്തരം റെയ്ഡുകൾ, നിരോധനം തുടങ്ങിയവയ്ക്ക് പുസ്തകം വായനക്കാരിൽ എത്തുന്നത് തടയാൻ കഴിയില്ലെന്ന് ശ്രീനഗർ ആസ്ഥാനമായുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ നൂർ അഹമ്മദ് ബാബ പറഞ്ഞു. 2019 ശേഷം ജമ്മു കാശ്മീരിൽ നടപ്പാക്കുന്ന നയങ്ങളുടെ ഭാഗമായി സുരക്ഷാ കാരണങ്ങളാൽ ചില സ്വാതന്ത്ര്യങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുകയാണെന്ന് നൂർ അഹമ്മദ് ബാബ പറയുന്നു. ഡിജിറ്റൽ യുഗത്തിൽ ഈ നിരോധനങ്ങൾ പ്രതീകാത്മകമാണ്. മിക്ക പുസ്തകങ്ങളും ഓൺലൈനിൽ എളുപ്പത്തിൽ ലഭ്യമാണ്. യഥാർത്ഥ ആഘാതം പ്രധാനമായും മാനസികവും സാമ്പത്തികവുമാണ്. പ്രാദേശിക പുസ്തക വിൽപ്പനക്കാർക്ക് അത് നഷ്ടമുണ്ടാക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. കാശ്മീരിന്റെ ഭൗതികവും ചരിത്രപരവുമായ ആഖ്യാനത്തെ നിയന്ത്രിക്കാനുള്ള മനഃപൂർവമായ തന്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ റെയ്ഡുകളെന്ന് ശ്രീനഗർ ആസ്ഥാനമായുള്ള കോളമിസ്റ്റും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുൻ വക്താവുമായ താഹിർ സയീദ് പറയുന്നു. ഇത്തരം പ്രവർത്തികൾ ഭരണകൂടത്തിന്റെ അധികാരത്തെ വെല്ലുവിളിക്കുന്നതോ ബദൽ പ്രത്യയശാസ്ത്ര വീക്ഷണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതോ ആയ ആഖ്യാനങ്ങളെ അടിച്ചമർത്താനുള്ള ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു. പുസ്തകക്കടക്കാരുടെ നിശബ്ദത ഭയം വ്യാപകമാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇത് ആവിഷ്കാരത്തിൽ ഭയാനകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം അടിവരയിടുന്നു. കാശ്മീർ പോലീസ് കണ്ടുകെട്ടിയ ഖിലാഫത്ത് ഔർ മുലൂക്കിയത്ത് പോലുള്ള പുസ്തകങ്ങൾ ഓൺലൈൻ സ്റ്റോറുകളിൽ ലഭ്യമാണ്. ആദ്യ റെയ്ഡ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അതേ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ സമീപത്തുള്ള 2 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ ലാൽ ചൌക്കിലെ പുസ്തകശാലയിലെത്തി. അവർ കട നിരീക്ഷിച്ചു. ഇവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും മൗലാനയുടേതാണെന്ന് തോന്നുന്നു എന്നാണ് ഒരു പോലീസുകാരൻ പറഞ്ഞതത്രേ. ബുക്ക് സ്റ്റോറുകളിൽ നിന്ന് മൗലാനയുടെ എല്ലാ പുസ്തകങ്ങളും നീക്കം ചെയ്യാൻ മുകളിൽ നിന്ന് ഉത്തരവുകളുണ്ടെന്നും ഒരു ലഘുലേഖ പോലും അവശേഷിക്കാൻ പാടില്ലെന്നുമാണ് അയാൾ കടയുടമയോട് പറഞ്ഞത്. ഭയം മൂലം റാക്കുകളിൽ നിന്നും കൗണ്ടറുകളിൽ നിന്നും തഫീമുൽ ഖുർആൻ ഉൾപ്പെടെ എല്ലാ പുസ്തകങ്ങളും കടയുടമ നീക്കം ചെയ്തു. തന്റെ കടയിൽ നിന്ന് പിടിച്ചെടുത്ത പുസ്തകങ്ങളെല്ലാം കാശ്മീരിലെ വിദ്യാർത്ഥികൾ, മതപണ്ഡിതർ, രാഷ്ട്രീയ ചിന്തകർ തുടങ്ങിയവർക്ക് പ്രിയങ്കരമായവയാണ് എന്നാണ് ഒരു കടയുടമ പറഞ്ഞത്. മൗലാന മൗദൂദിയുടെ വിഖ്യാത ഖുർആൻ പരിഭാഷയായ തൗഫീമുൽ ഖുർആൻ പിടിച്ചെടുത്തിട്ടില്ലെന്ന് ഒരു കടയുടമ പറഞ്ഞു. അത് ഭരണകൂടത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കരുതപ്പെടുന്നില്ല. റെയ്ഡ് കഴിഞ്ഞ അടുത്ത ദിവസം നിരവധി പുസ്തക വിൽപ്പനക്കാരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിപ്പിച്ചു. അവിടെ നിന്ന് അവരെ കൊണ്ടുപോയത് ശ്രീനഗറിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്കാണ്. ചെറിയ കേസാണ് എടുത്തിട്ടുള്ളതെന്നും അത്തരം പുസ്തകങ്ങൾ വീണ്ടും വിൽക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഇനി മുതൽ ജാഗ്രത പുലർത്തണമെന്നും ഉപദേശിച്ചു. ഞങ്ങളാരും കോടതിയെ സമീപിച്ചില്ല, പക്ഷേ വലിയ ആശങ്കയിലായിരുന്നു. ആ മാസം ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ സാധിച്ചിരുന്നില്ല, ഒരു കടക്കാരൻ പറയുന്നു. പുസ്തകങ്ങൾ പിടിച്ചെടുത്ത ചില കടക്കാരെ പിന്നീട് മജിസ്ട്രേറ്റ് വിളിച്ചു വരുത്തുകയും ചെയ്തു. അത്തരം പുസ്തകങ്ങൾ വിൽക്കില്ലെന്ന് പ്രതിജ്ഞയും എടുപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ വിൽക്കരുതെന്ന് പോലീസ് തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വടക്കൻ കാശ്മീരിലെ ഒരു പുസ്തക വിൽപ്പനക്കാരൻ പറഞ്ഞു. കാശ്മീരിലെ എല്ലാ പുസ്തകശാലകളിലും റെയ്ഡ് നടത്തിയെങ്കിലും പുസ്തക വിൽപ്പനക്കാരിൽ അത് ഭയം ജനിപ്പിച്ചു. പോലീസ് എല്ലാ കടകളിലും എത്തിയില്ല. എന്നാലും അവരുടെ സന്ദേശം വ്യക്തവും ഉച്ചത്തിലുമായിരുന്നു. ഭയം പലരെയും സ്വയം സെൻസർ ചെയ്യിപ്പിച്ചു. ഇത് ഒരുതരം പരോക്ഷ സെൻസർഷിപ്പാണ്. ഇത് അക്കാദമിക് സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന ഒന്നാണ്. മൗലാന മൗദൂദിയുടെ കൃതികൾ വ്യാപകമായി അംഗീകരിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും പുസ്തകങ്ങൾ സൂക്ഷിക്കാനും വിൽക്കാനും ആരും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു പുസ്തക കടക്കാരന്റെ വാക്കുകളാണ്. അതേസമയം കാശ്മീരിലെ പൗരാവകാശങ്ങളെയും അക്കാദമിക് സ്വാതന്ത്ര്യത്തെയും സാഹിത്യത്തെയും തടയാനുള്ള ശ്രമമാണ് ഇതെന്നാണ് മറ്റൊരു കടക്കാരൻ പറഞ്ഞത്. പുസ്തകങ്ങൾ പിടിച്ചെടുത്തത് ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതായാണ് പലരും റിപ്പോർട്ട് ചെയ്തത്. വിരോധാഭാസം എന്ന് പറയട്ടെ, പിടിച്ചെടുക്കലിന് ശേഷം കൂടുതൽ ആളുകൾ അതേ പുസ്തകങ്ങൾക്കായി ഞങ്ങളുടെ കടയിലേക്ക് വന്നെന്ന് അദ്ദേഹം പറയുന്നു. ഇത് മറ്റു പുസ്തക കച്ചവടക്കാരും സ്ഥിരീകരിച്ചു. റെയ്ഡിന് ശേഷം കശ്മീരിലുടനീളം ഈ പുസ്തകങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു. ഈ പുസ്തകങ്ങൾ പ്രത്യേകമായി തിരഞ്ഞ് നിരവധി ആളുകൾ കടയിലേക്ക് വന്നു. കശ്മീരിൽ പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. പക്ഷേ അവ ഇപ്പോഴും ഓൺലൈനായി ഓർഡർ ചെയ്യാനോ ഡൽഹിയിൽ നിന്ന് വാങ്ങാനോ കഴിയും, അദ്ദേഹം വിശദീകരിക്കുന്നു. പോലീസ് പിടിച്ചെടുത്ത പുസ്തകങ്ങളൊന്നും കശ്മീരി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല.
ഡൽഹി ആസ്ഥാനമായുള്ള പ്രസാധകരാണ് അവയെല്ലാം ഇറക്കിയിരിക്കുന്നത്.